السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى നമ്മുടെ അമലുകൾ നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ തറാവീഹ് നമസ്കാരത്തിൽ നമ്മൾ കേട്ട ഒരായത്ത് അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നഹ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നഹ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന്? വല്ലാത്തൊരു ചോദ്യം. അതായത് ഇന്നത്തെ നമ്മുടെ അവസ്ഥ പരിശോധിച്ചാൽ പകല് മുഴുവൻ നോമ്പ് നോറ്റ് അങ്ങനെ നോമ്പും തുറന്ന് രാത്രി നമസ്കാരവും കഴിഞ്ഞ് ഇരിക്കുന്ന നമ്മളോട് അല്ലാഹു ചോദിക്കുക, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നഹ, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. നിങ്ങളുടെ മുൻകഴിഞ്ഞവർ എത്ര സഹിച്ചിട്ടുണ്ട്. അവർ സഹിച്ചതൊന്നും സഹിക്കാതെ, അവരനുഭവിച്ചൊന്നും അനുഭവിക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മൾ കരുതാൻ പാടില്ല. ഈ ദുനിയാവിൽ ഇനിയും നന്മകളേറെ ചെയ്യാൻ നമ്മളുണ്ട്, നന്മയിൽ വളരെ മുന്നിലാണ് എന്നൊക്കെ ശൈത്താൻ വെറുതെ നമ്മളെ തോന്നിപ്പിക്കുന്നതാ, നമ്മളെ പറ്റിക്കുന്നതാ. ശൈത്താൻ നമ്മളിൽ ഇങ്ങനെ സ്വാധീനമുണ്ടാക്കിക്കൊണ്ട് ശൈത്താൻ പറയാ, നീ വലിയ നമസ്കാരക്കാരനാണ്, നീ വലിയ നോമ്പുകാരനാണ്, നീ വലിയ ഖുർആനിൻ്റെ ആളാണ്. വെറുതെ പറയുന്നതാ, ഒന്നും നമ്മളായിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ അമലുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മരണത്തിന് ശേഷവും നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്ത്? ജാരിയായ സദഖ, അസ്സദഖത്തുൽ ജാരിയ. ജാരിയായ സദഖകൾ ജീവിതത്തിൽ ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണ്ട. പിന്നെയോ വഅൻഫിഖൂ മിമ്മാ റസഖനാകും, അല്ലാഹു അങ്ങനെയാ പ്രയോഗിച്ചത്. നമ്മളുടെ അടുത്ത് കൊടുക്കാൻ പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം. നമ്മുടെ കീശയിൽ നിന്ന് കൊടുക്കാൻ, ഞാൻ സമ്പാദിച്ചത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു കൊടുക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം ഉണ്ടാകും. എന്നാൽ അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ നിനക്ക് നൽകിയതിൽ നിന്ന് നീ ചെലവഴിക്കുക. നമ്മൾ കൊടുക്കണ്ട. നമ്മൾ കൊടുക്കാൻ പറയുമ്പോൾ പ്രശ്നം. നമ്മളിങ്ങനെ രാവും പകലുമൊന്നുമില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ പൈസ ഞാൻ എങ്ങനെ ഒരാൾക്ക് കൊടുക്കുക? സ്വതക്കയായിട്ട് കൊടുക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആരെ സ്വതക്ക ചെയ്യുള്ളൂ? എനിക്കിന്ന് ലഭിച്ചതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് എന്നുള്ള ഒരു ബോധ്യമുള്ള മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? സ്വതക്ക ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ കൈ പിറകോട്ടേക്ക് പോയത് നമ്മളെടുന്ന് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് എൻ്റെ കീശയിലേക്ക് കിടക്കുന്നത്. എൻ്റെ ബാങ്ക് ബാലൻസ് ഞാനിങ്ങനെ പരിശോധിക്കുമ്പോൾ അതിന് കുറേ ചരിത്രം പറയാനുണ്ട്. അത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആ രീതിയിലാണ്, ഈ രീതിയിലാണ്. അല്ല, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ തീരുമാനിക്കാത്ത ഒരു രൂപ പോലും നമ്മുടെ അക്കൗണ്ടിൽ നിന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് മാത്രമേ നമുക്കുള്ളൂ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്ന് ചെലവഴിക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കാൻ പാടില്ല, ഒരിക്കലും മടിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു മടി വല്ലാതെ നമ്മളെ പിടികൂടിയിട്ടുണ്ട്. അതിന് നമ്മൾ കണ്ട ഒരു കാരണം വളരെ രസകരമാണ്. എന്താണ്? ആരും പട്ടിണി കിടക്കുന്നില്ല, ആരും ബുദ്ധിമുട്ടുന്നില്ല. ഇന്നത്തെ കാലത്ത് ആർക്കാണ് അങ്ങനെ ഒരു 100 രൂപക്കൊക്കെ ആവശ്യമുള്ളത്? ഇന്നത്തെ കാലത്ത് ആർക്കാണ് ഒരു 10 രൂപക്കൊക്കെ ഉള്ള ആവശ്യമുള്ളത്? ഞാനാണ് നോക്കുമ്പോൾ ആവശ്യക്കാരൻ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇങ്ങനെ പറഞ്ഞ് ധാരാളം കാരണങ്ങൾ നമ്മൾ പറയുന്നു. ചിന്തിക്കുക, ആലോചിക്കുക. നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ?
തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും, പെരുന്നാളിന് വസ്ത്രമെടുക്കാൻ പൈസയില്ലാതെ മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് പഴയ വസ്ത്രമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളെ കാണുവാൻ നമുക്ക് കഴിയും. നമ്മുടെ നോമ്പ് തുറ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള കടികൾ, പല വിധത്തിലുള്ള പലഹാരങ്ങൾ, പല വിധത്തിലുള്ള ഫ്രൂട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സുകൾ, പല വിധത്തിലുള്ള ജ്യൂസ്, ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കരുതാണ് എല്ലാവർക്കും എല്ലാം ഉണ്ട് എന്ന്. ഇല്ല. നാളെ നോമ്പ് തുറക്കാൻ എന്താ എനിക്കുണ്ടാകുക എന്ന് വേവലാതിപ്പെടുന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ നമ്മളോട് പറയുന്നുണ്ട്, ഒരു ഇഫ്താർ കിറ്റ് തരുമോ, അങ്ങനെ എന്തെങ്കിലും എനിക്കൊന്ന് സംഘടിപ്പിച്ച് തരുമോ എന്ന് പറയുമ്പോൾ എനിക്കതൊന്നും അറിയില്ല, എനിക്കതിലൊന്നൊരു പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കേണ്ടവരെല്ലാ വിശ്വാസികളായ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ കരുതുന്നത് നമുക്ക് കൊടുക്കണമെങ്കിൽ കുറേ ഉണ്ടാകണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ധാരാളം സാധുക്കൾ ഇങ്ങനെ കടന്നു വരും. അവർ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ വിഷമം പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയും, ബിലാലെ എടുത്തിട്ട് വാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോലെ കുറേ അക്കൗണ്ടുകളും കുറേ ബാങ്കിൽ അക്കൗണ്ടുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ അക്കൗണ്ടിൽ നിന്ന് ഇത്ര എടുത്തിട്ട് വന്നൊന്നല്ല പറയുന്നത്. വീട്ടിലേക്ക് പോ ബിലാലെ, കുറച്ച് ഈത്തപ്പഴം, കുറച്ച് ഗോതമ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വാ. ബിലാൽ റളിയല്ലാഹു ഇങ്ങനെ കൊണ്ടുകൊടുത്തേ നിന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയാണ്, ബിലാലെ ഇനിയും എടുത്തിട്ട് വാ. ബിലാൽ റളിയല്ലാഹു ഇങ്ങനെ മടിച്ചു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താ ബിലാലെ നിന്റെ പ്രശ്നം? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നമ്മൾ ചെലവഴിച്ചാൽ നമുക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല, നമ്മൾ നാളെ പട്ടിണിയാകും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹുവിനോട് പറയാണ്, അൻഫിഖ് യാ ബിലാൽ, അൻഫിഖ് യാ ബിലാൽ, ബിലാലെ ചെലവഴിക്ക്. ഇന്ന് നമ്മൾ ചെലവഴിച്ചതിൻ്റെ പേരിൽ നാളെ നമ്മൾ പട്ടിണിയാകാം. എന്നാൽ ആ പട്ടിണി കടന്നതിൻ്റെ പേരിൽ, ആ പട്ടിണിയിൽ ക്ഷമിച്ചതിൻ്റെ പേരിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പ്രതിഫലം നൽകും. അത് നമുക്ക് ആഗ്രഹിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കണം, ചിന്തിക്കണം, കുറേ ഉണ്ടാകണമെന്നൊന്നുമില്ല. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ നടത്തുന്ന, കുറേ കാലങ്ങളായി നടത്തി വരുന്ന ഒന്നാണ് ഈദ് കിസ്വ എന്ന് പറയുന്നത്. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ വെറുതെ കേട്ടിട്ട് പോകേണ്ടതല്ല. ഈദ് കിസ്വ എന്ന് പറഞ്ഞാൽ പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക്, വസ്ത്രം വാങ്ങാൻ ഗതിയില്ലാതെ കഷ്ടപ്പെടുന്ന കുട്ടികൾക്കുള്ള അവരുടെ ഒരു സ്വപ്നമാണ്, അവരുടെ ഒരു പ്രതീക്ഷയാണ് ഈദ് കിസ്വ എന്ന് പറയുന്നത്. എന്തിന് ഈദ് കിസ്വയിൽ നമ്മൾ നൽകണം? എന്തിന് ഈദ് കിസ്വയുടെ പൈസ ഈദ് കിസ്വ ഞാൻ നൽകണം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വെൽ സെറ്റിൽഡ് ആണ്, വെൽ പ്ലാനഡ് ആണ്. നമ്മുടെ മക്കൾക്ക് 1 അല്ല 2 അല്ല 3 പെരുന്നാൾ ഡ്രസ്സ് എടുത്തു കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പെരുന്നാൾ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിയവരാണ് നമ്മൾ. അതിനുള്ള കഴിവ് നമുക്കുണ്ട്. എന്നാൽ ഒരു വസ്ത്രം വാങ്ങാൻ കഴിയാതെ, പെരുന്നാളിന് പോലും ഒരു നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരാൻ കഴിയാത്ത കുഞ്ഞു മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാനൊരു അനുഭവം പറഞ്ഞു തരാം. കഴിഞ്ഞ പ്രാവശ്യം ഈദ് കിസ്വ കൊടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, കാക്ക നിങ്ങൾ തന്ന ഈ പൈസ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങാനല്ലേ, എന്നാ പെരുന്നാളിന് നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ട, ഞാനൊരു 5 ടീഷർട്ട് വാങ്ങിക്കോളാം. ഇത് പറഞ്ഞപ്പോൾ പൊതുവെ ചോദിക്കുമല്ലോ, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ തരുന്ന പൈസ നീ എന്തിനാ 5 ടീഷർട്ട് എടുത്ത് തീർക്കുന്നതെന്ന്. പെരുന്നാളിന് പുതിയ ഡ്രസ്സ് ഇടാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെയോ എനിക്ക് എല്ലാ ദിവസവും എൻ്റെ ചങ്ങാതിമാരെ കൂടെ കളിക്കാൻ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്നാൽ എൻ്റെ ചങ്ങാതിമാർ വീട്ടിൽ വന്നിട്ട് വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോയി കളിക്കാൻ ആ സമയത്ത് ധരിക്കാനുള്ള വസ്ത്രം എൻ്റെ കയ്യിലില്ല. പെരുന്നാൾ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു പോയില്ലേ, ഞാൻ പഴയത് കൂട്ടത്തിൽ നല്ലതൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാൽ എനിക്ക് ചങ്ങാതിമാരെ കൂടെ കളിക്കാൻ പോകുമ്പോൾ ഇടാൻ കുറച്ച് വസ്ത്രം ആവശ്യമാണ്. ഇത് നമ്മുടെ ചുറ്റുപാടിലുള്ളതാണ്. നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടു, നമ്മൾ വല്ലാത്ത ആവേശത്തിലാണ്, വല്ലാത്ത സന്തോഷത്തിലാണ്. എന്നാൽ ചില സംസാരങ്ങൾ നമ്മുടെ പള്ളിയിൽ തന്നെ നടക്കുന്നുണ്ട്. ചങ്ങാതിമാരിങ്ങനെ കൂടി നിൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എടാ ഈ ഷർട്ട് നീ ഈ എടുത്തിട്ട് ഞാൻ കണ്ടിരല്ല, ഇതായിട്ടിട്ട് വന്നത്,
നമുക്കതൊരു ചോദ്യമായിരിക്കും, നമുക്കതൊരു തമാശയായിരിക്കും. എന്നാൽ ചില ആളുകളുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ട്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പുതിയ വസ്ത്രം ഇടാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ചില ആളുകൾ ആ പെരുന്നാളിന് ഞാൻ എന്ത് ധരിക്കും എന്നുള്ള വേവലാതിയിലാണ്. ഒരു കുട്ടിക്ക് 1300 രൂപയുടെ വസ്ത്രമാണ് നമ്മൾ നൽകുന്നത്. 1300 രൂപ തന്നാൽ പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ കഴിയാത്ത, പുതിയ വസ്ത്രം ധരിക്കാൻ വിഷമിക്കുന്ന ഒരു കുട്ടിക്ക് പെരുന്നാൾ വസ്ത്രം ധരിപ്പിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ചർച്ചയിൽ ഇത് വരണം. ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചയിൽ വരേണ്ടത്. നമ്മൾ പള്ളിയിൽ നിന്ന് നമ്മൾ വലിയ നമസ്കാരക്കാരാണ്, പള്ളിയിൽ നിന്ന് നമ്മൾ വലിയ മുത്തഖ്യങ്ങളാണ്. പള്ളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റു പല ചർച്ചകളിലേക്കും പോകാതെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈദ് കിസ്വയാണ്. ഈദ് കിസ്വ എത്ര എണ്ണം നൽകാൻ നമുക്ക് കഴിയും? 1300 രൂപ ഒരു കുട്ടിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര കുട്ടികളെ ഏറ്റെടുക്കാൻ കഴിയും? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിലാണ് നമ്മളൊരു തീരുമാനമുണ്ടാക്കേണ്ടത്. നമ്മളിങ്ങനെ പുതിയ വസ്ത്രം ധരിച്ച് നമ്മളിങ്ങനെ കുറേ വസ്ത്രം വാങ്ങിക്കൂട്ടി നടക്കേണ്ടവരല്ല, മറിച്ച് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പാലിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ അടുത്ത് കൊടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. വഅൻഫിഖൂ മിമ്മാ റസഖനാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതിലേക്ക് നമ്മുടെ ചിന്ത, നമ്മുടെ ഹൃദയം എത്തിച്ചേർന്നാൽ ഇതൊക്കെ നമുക്ക് എളുപ്പമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തിന്മകളിൽ നിന്ന് പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റി നിർത്തട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.